റാം നാരായൺ റാം. ഈ മുഴുവൻ സൃഷ്ടിയും മനസ്സാണ്. എന്നാൽ മനസ്സിനെ തിരയുമ്പോൾ അത് കാണാനാകുന്നില്ല. നീ കാണുന്നത് എല്ലാം മനസ്സാണ്. മനനശേഷിയിലൂടെ മാത്രമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടി നടന്നത്. സൂര്യനിൽ മനനശക്തിയില്ലായിരുന്നു എങ്കിൽ ഈ സൃഷ്ടിയും ഉണ്ടായിരുന്നതല്ല. ഇത് ശാസ്ത്രാനുസൃതവും ചിന്താനുസൃതവും തർക്കാനുസൃതവും ജ്ഞാനാനുസൃതവുമാണ്. മുഴുവൻ വിശ്വവും മനസ്സിൻ്റെ രൂപമാണ്. ചൂട് നൽകിയാൽ മഞ്ഞു ഉരുകുന്നു. അതേ മഞ്ഞ് ജലത്തിൽ പൊങ്ങിയും കാണപ്പെടുന്നു. ലോകം മനസ്സിൻ്റെ രൂപമാണ് എങ്കിൽ ഇത്രയും രൂപങ്ങൾ മനസ്സിൽ നിന്നെങ്ങനെ ഉണ്ടായി? മനസ്സിന് ഘനരൂപം വരാനാവില്ല. ജലത്തിന് ഘനരൂപം വരാനാവില്ല. എങ്കിലും അതേ ജലം മഞ്ഞായി മാറുന്നു. ഭൂമി, രക്തം, മാംസം, വീര്യം തുടങ്ങിയവയുടെ സൃഷ്ടിക്ക് പ്രയോഗിക്കപ്പെടുന്ന നിയമം അതേപോലെ തുടരും. ആദ്യം നാം വേദത്തിൻ്റെ ആദിവാക്യം സ്വീകരിക്കും. അതിൽ യാതൊരു വിവാദവുമില്ല. ഈ ലോകത്തിലെ മനസ്സിൻ്റെ സൃഷ്ടി ഏത് ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായത്? ഏത് സ്വരത്തിലൂടെയാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്?